ഒരാഴ്ച അവിടെ അടിച്ചു പൊളിച്ചിരുന്നു. ഇവിടെയൊക്കെ വിസ്മയ പോകുമ്പോഴൊക്കെ ഇപ്പം ദാരിദ്ര്യമൊക്കെ പോകാൻ കഴിയുന്നത് ഈ ബിസിനസിന്റെ പ്രത്യേകതയാണത്. ഒരു പൾസർ ബൈക്കുമായിട്ട് ഈ ബിസിനസ് സ്റ്റാർട്ട് തുടങ്ങുന്നതെന്നാണ്. പിന്നീട് ഒരു കാർ എടുത്തു, പിന്നീട് ഹോണ്ട സിറ്റി എടുത്തു. 4ാമത്തെ വർഷം ഞാൻ CTC ആയി. 70 ലക്ഷത്തിലേറെ വരുമെന്ന് BMW GT സ്വന്തമാക്കി. അതും മേപ്പയൂർ പഞ്ചായത്തിൽ ആദ്യത്തെ സ്ഥാനമായി. കളിയാക്കൽ എത്രയായിരുന്നു? ബാങ്കിലെ 11 ആൾ എന്നെ കളിയാക്കിയിട്ടുണ്ട്. നീ പൊട്ടനാണ്, വിവരമുണ്ട്, ബുദ്ധിയില്ല. ഇപ്പൊ 11 ആൾ കൂടി വാങ്ങുന്ന ശമ്പളത്തേക്കാൾ കൂടുതൽ ഞാൻ വാങ്ങാറുണ്ട്. എന്ത് ചെയ്തു എന്നല്ല, എന്ത് നേടി, അതാണ് പ്രധാനപ്പെട്ടത്. ഞാൻ നിങ്ങളോട് സൂചിപ്പിക്കുന്നത് ഒരു എക്സൈറ്റ്മെന്റ് കാര്യങ്ങൾ എവിടെ. ഞാൻ ഈ ബിസിനസിന് വേണ്ടിയല്ല പറയുന്നത്. വീട്ടിലും ഒരു ഗൃഹനാഥന് അയ്യോ എന്നൊക്കെ പറഞ്ഞു ആ വീട് മുഴുവൻ ശോകമുഖാവും. അത് ഉഗാണ്ടെന്നോ റഷ്യന്നോ വന്ന ആളല്ല നിങ്ങളുടെ വീടിനെ ശോകമുഖമാക്കുന്നത്, നമ്മളാണ്. അതുകൊണ്ട് ചെയ്യണം, ഒന്ന് ചിരിക്കണം. ഡോപ്പമൈൻ കൂടി വരും. ചിരിക്കുമെന്ന് വെച്ചാൽ നിങ്ങൾ വെറുതെ ആക്കി ചിരിച്ചാലും തലച്ചോറിന് അറിയില്ല പൊട്ടം വെറുതെ ഉള്ളത് പറയാണ്. തലച്ചോറിന് യഥാർത്ഥ ചിരി ഏത്, ആക്കിയ ചിരി ഏത് തലച്ചോറിന് അറിയില്ല. അപ്പൊ ഈ പൊട്ടം വെറുതെ ചിരിക്കുന്നതാണെന്ന് അറിയില്ല. അപ്പൊ ഡോപ്പമൈൻ ഉത്പാദനം കൂടും. ഡോപ്പമൈൻ കൂടി കഴിഞ്ഞാൽ പിന്നെ സെറോട്ടോണിൻ ഉത്പാദിപ്പിക്കും. സെറോട്ടോണിൻ തലച്ചോറിനും കുടൽക്കടയിലാണ് പ്രവർത്തിക്കുന്നത്. ഈ കുടൽക്കടയിൽ പ്രവർത്തിക്കുമ്പോൾ സെറോട്ടോണിൻ ഉത്പാദനം നല്ല ദഹനം കിട്ടും. നല്ല ദഹനം നല്ല ഉറക്കം കിട്ടിയാൽ അത് നല്ല അരിയും ഉണ്ടാവും. രണ്ടിന്റെ കുറവുണ്ട്. എപ്പോഴാ ഉറങ്ങിയെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഏതോ യാമങ്ങളിൽ ഉറങ്ങിപ്പെട്ടു. എന്തിനീ രാത്രി ഉറങ്ങാനാണ്, മാണ്ടാനുള്ളതല്ല. ഉറങ്ങാനുള്ള സാഹചര്യം ഉണ്ടാക്കണ്ടേ? ഈ കിടപ്പറയിലേക്ക് ഈ ചെറിയ പെട്ടി കൊണ്ടുവരുന്നത് പുറത്തു വെക്കണം. ഞാൻ പറയും സെറോട്ടോണിൻ ഉത്പാദിപ്പിക്കുന്നത് കുടൽക്കടയിലാണ്. തലച്ചോറ് ഉത്പാദിപ്പിക്കും, നല്ല ഉറക്കം കിട്ടും. അതിന് ഇടയ്ക്കിടയ്ക്കും ചിരിക്കണം. രാവിലെ തുടക്കം ഗംഭീരാണ്. ഭാര്യയോട് നല്ല ചിരിച്ചുകൊണ്ടിട്ട് ഭർത്താവ് ഓളോടോ ഞാൻ ചിരിച്ചു തുടങ്ങും. ഭർത്താവിനോട് രണ്ട് ചിരിച്ചുകൊണ്ട് തുടങ്ങണം. കറക്റ്റല് തുടക്കം ഗംഭീരവും ഒടുക്കാതെ ഗംഭീരമാണ്. ചിരിച്ചോണ്ട് വർക്ക് കൊടുക്കുന്നത് 10,000 മേച്ചിത് 1,200 കിട്ടും. 1 ലക്ഷം മേച്ചിത് 12,000. 17 ലക്ഷം മേടിക്കുമ്പോൾ 2,10,000 കിട്ടും. കേൾക്കുന്ന പറയും 2,10 കിട്ടിക്കോട്ടെ, നിനക്കൊന്ന് ചിരിക്കാറോ? ഞാൻ ആത്മാർത്ഥം ചെയ്യുന്നു. നിങ്ങൾക്കൊന്ന് ചിരിച്ചാൽ ഒരു അവസരം കിട്ടുമ്പോൾ ചിരിച്ചേക്കോ. ഡോപ്പമൈൻ ഉത്പാദിപ്പിക്കും. ഓക്സിറ്റോസിൻ കൂടും, എൻഡോർഫിൻ കിട്ടും. പെയിൻ കില്ലറാണ് ഓക്സിറ്റോസിൻ എന്ന് പറഞ്ഞാൽ. വരുന്ന വേദന ഈ ഹോർമോണിന്റെ കില്ല് ഒന്നറിയും. ഇതോ ചെറിയ വേദനയുടെ മാസങ്ങളോടെ കരഞ്ഞുകൊണ്ടിരിക്കും. കാരണം ഓക്സിറ്റോസിനും എൻഡോർഫിനും ഇല്ലാതെ. ചില ആൾക്കാണ് ഞാൻ ഇയാൾക്ക് AP ഹോർമോൺ ഇല്ല വരും. ഒന്ന് ചിരിച്ച് കണ്ടാൽ മതി, എന്നിട്ട് മരിച്ചാൽ മതിയായിരുന്നു. ഇപ്പൊ എന്തായാലും കുറച്ചാക്ക് ഡോപ്പമൈൻ കൂടിയിട്ടുണ്ട്. നാളെ നല്ല സെയില് വരും, ഉറപ്പാണ്. ജീവനവിടെ സംസാരിക്കാൻ കഴിയണം, ലൈവ് ആയിരിക്കണം. അല്ലെ? ആർക്കോ വേണ്ടി, എന്തിനോ വേണ്ടി. 2,10 കഴിഞ്ഞു, നീ ചെയ്യുന്നു ഇല്ല, ഞാൻ നാളെ വരാം. എന്തിനാ പോകുന്നത്? ഞാൻ കഴിയുന്നത് എന്തിനാണ് പോകുന്നത്? റിസൾട്ട് ഉണ്ടാക്കണമെങ്കിൽ അവനേക്കാൾ വോൾട്ടേജ് നമുക്ക് വേണം. അല്ലേ? വോൾട്ടേജ് ഉണ്ട്. നീ 0 വോൾട്ടേജ് കൊണ്ടാ പോവാ. അതിന് 40 ഉണ്ടാവും. അതിൽ നമ്മൾ കത്തി 110 പോട്ടെ, അടിയണേ അരണേ. അപ്പൊ ചിരിച്ചോണ്ട് ചെയ്യണം. കറക്റ്റ്. അതിനെന്ത് ചെയ്യണം? ആറ്റിറ്റ്യൂഡ് മാറ്റണം. ചേഞ്ച് യുവർ ആറ്റിറ്റ്യൂഡ്. നിങ്ങൾ വിചാരിക്കാതെ മറ്റൊരാൾക്കും അത് മാറ്റാൻ പറ്റില്ല. കാരണം ഞാൻ എപ്പോഴും എന്തായാലും എക്സൈറ്റ്മെന്റ് കൊടുക്കും. എവിടെ പോകുമ്പോഴും ചില ആൾ വന്ന് പോകുന്ന സമയം വളരെ കുറവായിരിക്കും, പക്ഷെ തന്നു പോകുന്ന ഓർമ്മകൾ വളരെ വലുതായിരിക്കും. അതുകൊണ്ട് നമ്മൾ എന്റെ കൈകൾ ഒന്നുമില്ല, അയാളൊരു സംസാരം കേട്ടാൽ മതിയായിരുന്നു ഓ എന്ന് തോന്നണം. അയ്യോ അയാൾക്ക് ഭാഗ്യത്തിൽ ഞാൻ രക്ഷപ്പെട്ടു, കരഞ്ഞോണ്ടായിരുന്നത് എന്നും പറയും. നിങ്ങൾ എങ്ങനെയാകാനാണ് ആഗ്രഹിക്കുന്നത്? ഒരു പുതിയ ഉന്മേഷമാണ്ടേ? ഒറ്റ ജന്മമേ ലോകത്തുള്ളൂ, ഒരു ജന്മം. അത് കരഞ്ഞും മറ്റുള്ളവരെ മുന്നിൽ കാലുകൾ തടറിയും പോകാനല്ല, മറ്റുള്ളവർ വിജയിച്ചവനാണെന്ന് കാണിച്ചു കൊടുക്കാനുള്ള അവസരമാണ്. അതെന്തൊക്കെയാണ് നമ്മൾ മാറ്റേണ്ടത്? ഒരുപാട് തണല് വേണം, താങ്ങ് വേണം എന്നുള്ള ചിന്ത വരണം. ചിലതൊക്കെ ഒറ്റയ്ക്ക് ചെയ്യാൻ ശ്രമിക്കണം. ഒരച്ഛനും മകനും +2 പഠിക്കുന്ന ഒരു മകനെയും കൂടി അച്ഛനിങ്ങനെ പോകും. അപ്പോഴാണ് ചെടികൾ വിൽക്കുന്നത്, ഒരേ മരത്തിന്റെ ചെടികൾ വിൽക്കുന്ന ഒരു സ്ഥലം. അച്ഛനും മകനും ഒരേ മരത്തിന്റെ 2 ചെടി വാങ്ങണം. വലിയ മരമാകുന്ന ചെടിയാണ്. അച്ഛൻ പറഞ്ഞു ഞാനൊന്ന് നടാം, മോൻ വേറൊന്ന് നട്ടാം. ഞാൻ പരിപാലിക്കാം, മോനും പരിപാലിച്ചു. ഏതാ വൃത്തിയിൽ വളരാൻ നോക്കാൻ, ഒരേ ചെടിയാണ്. അപ്പൊ അച്ഛൻ നട്ടു. അച്ഛൻ ആഴ്ചക്ക് ഒരു ദിവസം വെള്ളം നനയ്ക്കും. ഇടയ്ക്ക് ഒരു കൊല്ലത്തൊരു വളമിടും. ഇങ്ങനെ പോകും. ദിവസം മകൻ 2 നേരം നനയ്ക്കും. പുഴുവിനെയൊക്കെ തട്ടിക്കളയും, കറുത്തലേൻ്റെ തട്ടിക്കളയും, ചിന്തി വളമിടും. അതിന് വെയിൽ കൊള്ളാതിരിക്കാൻ അവൻ മറ വെച്ചു.
കാറ്റടിക്കുന്ന പൊട്ടാതിരിക്കാൻ കയറുകൊണ്ട് കെട്ടി, നല്ല പരിചരണം. അതും വളർന്നു, അച്ഛൻ്റെ ചെടിയും വളർന്നു. 2 കൊല്ലം കഴിഞ്ഞപ്പോൾ നല്ലൊരു കാറ്റും മഴയും വന്നു. മകൻ്റെ ചെടി വേരോടെ പിഴുത്ത് താഴെ വീണു. അച്ഛൻ്റെ ചെടി ഇങ്ങനെ വലഞ്ഞെങ്കിൽ കരുത്തുറങ്ങും. എന്താ അച്ഛാ, ഞാൻ എത്രത്തോളം പരിചരിച്ചിട്ടുണ്ട് ഇതിനെ? നിങ്ങളാണെങ്കിൽ ആഴ്ചയിൽ ഒരു ദിവസം എൻ്റെ അടുത്ത് പോകുന്നില്ല, മാസത്തിൽ ഒരു ദിവസമേ വെള്ളം വലിയ ഒഴുക്കാറുള്ളൂ. ഞാൻ ദിവസം 2 നേരം വെള്ളം കൊടുക്കുന്നില്ലേ? മോനെ, പരിചരണമാകാം, പക്ഷേ സ്വന്തം ചെയ്യേണ്ട കഴിവ് ഹനിച്ചിട്ടാകരുത്. അതിനെ താഴോട്ട് വേരിറക്കാൻ നീ സമ്മതിച്ചില്ല. അതിൻ്റെ തടത്തിൽ തന്നെ വെള്ളം ഒഴിച്ചു കൊടുത്തു. എന്തിനാണ് താഴോട്ട് വേരിറക്കേണ്ടത്? താഴോട്ട് വേരിറങ്ങി വെള്ളം വലിച്ചെടുക്കാൻ കഴിവുണ്ടായിരുന്നെങ്കിൽ ആ മരം വീടില്ലായിരുന്നു. നീ തണൽ കൊടുത്തു, അതിന് സൂര്യപ്രകാശം കിട്ടിയില്ല, പ്രകാശ സംശ്ലേഷണം കൃത്യമായി നടന്നില്ല, അതിന് ആർജിച്ചെടുക്കേണ്ട കഴിവുണ്ടായില്ല. ഞാനോ മാസത്തിലൊരിക്കലേ നനയ്ക്കൂ. വേരിറങ്ങാൻ തുടങ്ങി. വേര് നിർബാധം കൊണ്ടു, വെയിലും മഴയും കൊണ്ട്, ആരുടെയും തണലില്ലാതെ വളർന്നതുകൊണ്ട് എന്റെ ചെടിക്ക് കരുത്തുണ്ടായി. തണലിൽ വളരുന്നത് തണുക്കുമെങ്കിലും തൻ്റെ ഇടം ഉണ്ടാവില്ല. കൂട്ടിൽ വളർത്തുന്നതിന് മോടി ഉണ്ടെങ്കിലും പ്രാപ്തി ഉണ്ടാവില്ല. അതുകൊണ്ട് എവിടെ ജനിക്കുന്നു എന്നതല്ല പ്രധാനം, എവിടെ വളരുന്നു എന്നത് തന്നെയാണ്. ആരിലൂടെ ജനിക്കുന്നു എന്നത് നമ്മുടെ തീരുമാനമല്ല. ആരിലൂടെ ജനിക്കുന്നു എന്നത് നമ്മുടെ തീരുമാനമല്ല. ആരുടെ കൂടെ ജീവിക്കുന്നു എന്നത് നമ്മുടെ മാത്രം തീരുമാനം. എവിടെ പ്രവർത്തിക്കുന്നു എന്നതും നമ്മുടെ തീരുമാനമാണ്. ഏത് പ്ലാറ്റ്ഫോമിൽ ഇറങ്ങി പ്രവർത്തിക്കുന്നു എന്നതും നമ്മുടെ മാത്രം തീരുമാനമാണ്. ആ തീരുമാനത്തിനാണ് നിങ്ങളുടെ ജീവിതത്തിന് വിലയിടേണ്ടത്.